പ്രമേഹം നിയന്ത്രിക്കാനുള്ള ഒരു ഒറ്റമൂലിയല്ല രണ്ടൊറ്റമൂലി ഇന്നത്തെ വീഡിയോയിൽ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. പക്ഷെ അതിനു മുമ്പ് പ്രമേഹം എന്താണെന്നും എന്തുകൊണ്ടുണ്ടാവുന്നും പ്രമേഹം ഏതൊക്കെ രീതിയിലുണ്ടെന്നും എത്ര തരത്തിലുണ്ടെന്നും എങ്ങനെയാണ് ശരീരത്തിൽ ബാധിക്കുന്നതെന്നും ഒക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഒറ്റമൂലി പറയാനുള്ള പ്രയാസം എന്താണെന്ന് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കി തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയോഗിച്ചു നോക്കാവുന്ന ഒന്ന് രണ്ട് ഒറ്റമൂലികളും പറയാം. ഓക്കെ, ആദ്യമായിട്ട് അഷ്ടാംഗഹൃദയം നിദാനസ്ഥാനത്തിലെ 10ാമത്തെ അധ്യായത്തില് പ്രമേഹ നിദാനം പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രമേഹം എന്തുകൊണ്ടുണ്ടാവുന്നു, അതിന്റെ ലക്ഷണങ്ങൾ, അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊന്ന് ചുരുക്കി വിവരിച്ചു തരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രമേഹം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സഹായകരവും. അഷ്ടാംഗഹൃദയത്തില് പ്രമേഹം 20 തരത്തിലുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ 10 തരം കഫദോഷം വർദ്ധിച്ചാണ് ഉണ്ടാകുന്നത്, 6 തരം പിത്തദോഷം വർദ്ധിച്ചാണ് ഉണ്ടാകുന്നത്, അതുപോലെ ഒരു 4 തരം വാതദോഷം വർദ്ധിച്ചാണ് ഉണ്ടാകുന്നത്. അങ്ങനെ മൊത്തം 20 തരത്തില് 20 ക്ലാസിഫിക്കേഷൻ ഉണ്ട് പ്രമേഹത്തിന്. അപ്പൊ ഇത് ഏതേത് ടൈപ്പ് ആണെന്ന് തിരിച്ചറിയണം. അതിന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ അറിഞ്ഞാലേ സാധിക്കുള്ളൂ. അതായത് നിങ്ങൾ കൊണ്ടുവരുന്ന ടെസ്റ്റുകൾ ചെയ്ത റിപ്പോർട്ടുകൾ കൊണ്ട് മാത്രം സാധിക്കില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ടാണ് ഈ കൺസൾട്ടേഷൻ സമയത്ത് നിങ്ങളോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതിന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു തരാനും ആവശ്യപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് കവചമായിട്ടുള്ള പ്രമേഹങ്ങൾ 10 തരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുണ്ടാകാനുള്ള കാര്യങ്ങളും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും ഒന്ന് മനസ്സിലാക്കാം. ഇതിനുള്ള കാരണമായിട്ട് പ്രധാനമായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത് മേധസ്സിനെയും മൂത്രത്തെയും വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആഹാര വികാരങ്ങൾ ശീലിക്കുക. ചുരുക്കി പറഞ്ഞാല് മേധോധാതുവിനെയും മൂത്രത്തിനെയും കഫദോഷത്തെയും വർദ്ധിപ്പിക്കുന്ന സംഗതികൾ എന്തൊക്കെയാ? അതായത് ഈ മധുര അമ്ല ലവണ രസങ്ങളോട് കൂടിയതും സ്നിഗ്ധ ഗുണമുള്ളതും ഹെവി ആയിട്ടുള്ള സംഗതികൾ, ദഹിക്കാൻ പ്രയാസമുള്ള സംഗതികൾ എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെ തണുത്ത സംഗതികൾ. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുപ്പല്ല, ദഹിച്ചതിന് ശേഷം ശരീരത്തിൽ തണുപ്പുളവാക്കുന്ന ആഹാര സാധനങ്ങൾ. അതെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് കരിമ്പും ശർക്കരയും പാലും മോരും നവധാന്യവും ഇത്തരം സംഗതികളൊക്കെയാണ്. ഇതൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുക. ഒരിടത്ത് തന്നെ അനങ്ങാതെ ഇരിക്കുന്നതിനുള്ള ഒരു പ്രവണത, അതായത് വ്യായാമം ചെയ്യാനോ അധ്വാനിക്കാനോ തയ്യാറല്ല, എപ്പോഴും സുഖമായിട്ട് ഒരിടത്തിലിരിക്കുക അല്ലെങ്കിൽ കിടക്കുക, ഇത്തരം സ്വഭാവക്കാർ. ഇത് കൂടാണ്ട് വിധിക്ക് വിപരീതമായിട്ടുള്ള ഉറക്കശീലങ്ങൾ, അതായത് രാത്രി ഉറങ്ങില്ല, പകല് നല്ലോണം ഉറങ്ങും, ഡെയിലി 10-14 മണിക്കൂർ കിടന്നുറങ്ങും. ഇതൊക്കെ കഫദോഷം വർദ്ധിക്കുന്നതിന് ഇടയാക്കുന്ന സംഗതികളാണല്ലോ. അങ്ങനെ ഈ പറഞ്ഞ കാരണം കൊണ്ടൊക്കെ കഫദോഷം ശരീരത്തിൽ വർദ്ധിക്കുന്നു. അതിനുശേഷം ശരീരത്തിൽ പൊതുവായിട്ട് ക്ലേദം, രസധാതു, മാംസധാതു, മേധോധാതു, കഫദോഷം, വിയർപ്പ് ഇതിനൊക്കെ ദുഷിപ്പിച്ചിട്ട് വസ്തി പ്രദേശത്തെ ആശ്രയിച്ച്, അതായത് വസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനറി ബ്ലാഡർ, ഈ പ്രദേശത്തെ ആശ്രയിച്ച് ദുഷിക്കുന്നു. ഇതാണ് കവചമായിട്ടുള്ള 10 തരത്തിലുള്ള പ്രമേഹം ഉണ്ടാകുന്നതിനുള്ള ഒരു സംപ്രാപ്തി. കാര്യം മനസ്സിലായി കാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കവചപ്രമേഹവുമായിട്ട് വരുന്ന രോഗികളോട് ഈ പതിവായിട്ട് ഒരുത്തിലിരിക്കലും, ധാരാളം സമയം 10-14 മണിക്കൂർ ഉറങ്ങലും, രാത്രി ഉറങ്ങാതിരിക്കലും, പകല് കിടന്നുറങ്ങലും, ദഹിച്ചതിന് ശേഷം ശരീരത്തിൽ തണുപ്പുണ്ടാക്കുന്ന അതുപോലെ ഹെവി ആയിട്ടുള്ള മധുരപലഹാരങ്ങളും എണ്ണപ്പലഹാരങ്ങളും കൊഴുപ്പടങ്ങിയ ആഹാരങ്ങളും ഒക്കെ ധാരാളമായിട്ട് കഴിച്ച് അനങ്ങാതെ സ്വസ്ഥമായിട്ട് ഒരുത്തിലിരിക്കുക അല്ലെങ്കിൽ കിടക്കുക, ഇത്തരക്കാരോട് ഈ ശീലം ഒഴിവാക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. കാരണം ഇങ്ങനെ വളരെ കാലം നിങ്ങൾ ശീലിക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ കഫദോഷം വർദ്ധിച്ചുണ്ടാകുന്ന 10 തരം പ്രമേഹങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഇനി നമുക്ക് പിത്തദോഷം വർദ്ധിച്ചുണ്ടാകുന്ന 6 തരം പ്രമേഹവും അതുപോലെ വാതദോഷം വർദ്ധിച്ചുണ്ടാകുന്ന 4 തരം പ്രമേഹവും എങ്ങനെ ഉണ്ടാവുമെന്ന് അടുത്ത വീഡിയോകളിൽ പറയാം. ഇന്ന് നമുക്ക് നിങ്ങൾ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വരെയുള്ള സമയത്ത് ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം സ്വഭാവക്കാരാണ്, പ്രമേഹം വന്നു തുടങ്ങിയോ ആരംഭിച്ചു തുടങ്ങിയോ എന്നൊരു ശങ്കയുണ്ട് എന്ന് വെച്ചാല് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാവുന്ന 1-2 പൊടിക്കൈകൾ ഇവിടെ അവതരിപ്പിക്കാം. തീർച്ചയായിട്ടും പൊടിക്കൈകൾ ഒരു ശാശ്വത പരിഹാരമാണ് ധരിക്കരുത്. തൽക്കാലത്തേക്ക് ഉപയോഗിച്ചു നോക്കുക. ആശ്വാസം കിട്ടിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ദേഹപ്രകൃതിക്ക് രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഔഷധങ്ങളും ജീവിത രീതികളും ഭക്ഷണ രീതികളും ശീലിക്കാനായിട്ട് തയ്യാറാവണം. ഇതിനായിട്ട് ഒന്നാമത്തെ ഒറ്റമൂലി പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് 2 ഐറ്റം വേണം. ശുദ്ധി ചെയ്ത കൊടുവേലിക്കിഴങ്ങ് വേണം, അതുപോലെ തന്നെ ചിറ്റമൃതം വേണം. ചിറ്റമൃതന്റെ ആരും മൊരിയും നീക്കിയിട്ട് കഷ്ണങ്ങളാക്കി കഴുകി കൊത്തി നുറുക്കി ചതച്ചെടുക്കുക. അതുപോലെ കൊടുവേലിക്കിഴങ്ങ് ശുദ്ധി ചെയ്തതാണ് കേട്ടോ. ഇത് രണ്ടും തുല്യ അളവിലെടുത്തിട്ട് വിധിപ്രകാരം കഷായം വെക്കുക. എന്നിട്ട് അതിങ്ങനെ കുറുക്കി കുറുക്കി വറ്റിച്ചെടുത്തിട്ട് വിധിപ്രകാരം കഷായം വെക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഒരു 60 ഗ്രാം ആണെങ്കിൽ ഒരു 1.25 ലിറ്റർ കഷ്ടി വെള്ളത്തിൽ കഷായം വെക്കണം. എന്നിട്ടത് 4-1 ചെറുതീകരിച്ച് വറ്റിച്ചെടുക്കണം. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് വീണ്ടും കുറുക്കി കുറുക്കി നമുക്ക് അതിങ്ങനെ ഒരു തിക്ക് പേസ്റ്റ് പോലെ ആക്കണം. എന്നിട്ട് നിഴലിൽ വെച്ച് ഉണക്കിയെടുക്കണം. അപ്പൊ അതിങ്ങനെ വളരെ തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയോട് കൂടിയിട്ടുള്ള ഒരു ജെല്ലി പോലെയാവും. എന്നിട്ട് അത് കുരുമുളകിന്റെ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്തിട്ട് വീണ്ടും നിഴലിൽ ഒന്നും കൂടെ ഉണക്കി ചെറിയ ഗുളികകളായിട്ട് സൂക്ഷിക്കുക. ഇത് 1 വീതം 3 നേരം ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് സേവിക്കുന്നത് ഈ കവചമായിട്ടുള്ള പ്രമേഹം നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നു. ഇത് സത്യത്തിൽ ഒരു മേമ്പൊടിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ കൂടെ ഉപയോഗിക്കേണ്ട ഒരു കഷായം കൂടെ രണ്ടാമത്തെ ഒറ്റമൂലിയിൽ പറയാം. കഷായം തയ്യാറാക്കാനായിട്ട് 3 മരുന്നുകൾ വേണം. 1 വേങ്ങാക്കാതല്, 2 കരിങ്ങാലിക്കാതല്, 3 അടയ്ക്ക. ഇത് 3ഉം തുല്യ അളവിലെടുത്തിട്ട് കഷായം വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 60 ഗ്രാം ഒരു ദിവസത്തേക്ക് വേണം. അതൊരു 1.25 ലിറ്റർ വെള്ളത്തിൽ കഷായം വെക്കുന്നു, 4-1 വറ്റിക്കുന്നു, ചെറുതീകരിച്ച് വറ്റിക്കുക. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് വീണ്ടും അത് കുറുക്കി വറ്റിച്ച് പകുതിയാക്കണം. എന്നിട്ട് അതിന്റെ പകുതി വീതം 2 നേരം കഴിക്കുന്നു, രാവിലെയും വൈകിട്ടും. അപ്പൊ അങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന കഷായത്തിലേക്ക് നമ്മൾ മുൻപ് പറഞ്ഞ ഗുളിയും കൂടെ ചേർത്ത് ചാലിച്ച് മേമ്പടി പോലെ ചേർത്ത് ചാലിച്ച് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇത് പതിവായിട്ട് സേവിക്കുകയാണെങ്കിൽ കഫചമായിട്ടുള്ള കഫദോഷം വർദ്ധിച്ചുണ്ടാകുന്ന മുൻപ് പറഞ്ഞ രീതിയിലുള്ള 10 തരം പ്രമേഹങ്ങൾ നിയന്ത്രിച്ചു നിർത്താൻ
രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. തൽക്കാലത്തേക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് ആശ്വാസം കണ്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചികിത്സ ആരംഭിക്കേണ്ടതാണ്. ഇവിടെ ഒരു ശങ്ക, ഒരു സംശയം പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് പൊതുവായിട്ട് ഉപയോഗിക്കാവുന്ന യോഗങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ദേഹപ്രകൃതിയും ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ, രോഗ തീവ്രതകൾ, മറ്റു രോഗാവസ്ഥകൾ, നിങ്ങൾ മറ്റു രോഗങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതികൾ, ഗുളികകൾ, ഇതിനൊക്കെ അനുസരിച്ച് മരുന്നുകളും ചികിത്സകളും ഭക്ഷണ രീതികളും ജീവിത രീതികളും വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ശേഷം മാത്രം ചികിത്സ എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിൽ ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടാനായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം. പ്രമേഹത്തിനെ പറ്റി മുൻപ് നമ്മൾ ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്.